അതാണെങ്കിൽ ഇതുപോലെ ഞാനും പറഞ്ഞത്, നെഗറ്റീവ് പറയാനാണെങ്കിലും അവർ വരുന്നുണ്ട്. നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറക്കം അഭിനയിക്കുകയാണ് കാരണം കുറേ എന്തൊക്കെയൊന്നും വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. 10ാം ക്ലാസ് ആണെന്ന് കുറേ പറഞ്ഞു. എന്ത് പറയുകയാണെങ്കിലും ഈ പറഞ്ഞുകൊണ്ട് ഇത് കണ്ട് കുറ്റം പറയാനാണെങ്കിൽ തന്നെ അവർ ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. അത് ചേട്ടാ കുറ്റം പറയാനാണെങ്കിൽ അവരിയ്ക്കുന്നുണ്ടല്ലോ, അത് ഞങ്ങളുടെ വിജയമാണ്. എല്ലാവരും കുറ്റം പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ ട്രെൻഡിങ് രേണുസുധീരെ വീഡിയോ. അപ്പോൾ എല്ലാ പുതിയ ആൽബത്തിലും എല്ലാറ്റിലും അവരെ അഭിനയിപ്പിക്കും. ആദ്യത്തെ വീഡിയോ പോലെ നല്ല, ഇപ്പോൾ ലാസ്റ്റത്തെ ആൽബംക്കൊക്കെ നന്നായി അഭിനയം മാറി വരുന്നുണ്ട്. ആരും എല്ലാം തികഞ്ഞവരൊന്നുമല്ലോ. ആദ്യം വരുമ്പോൾ കുറ്റങ്ങളുണ്ടാവുന്നുണ്ട്. സൂപ്പർ സ്റ്റാർസിൻ്റെ പടം അതന്നെ, അതാ ഞാനും പറഞ്ഞു. ചേട്ടാ അവിടെ ലാപ്പ് ഓഫ് ചെയ്യാൻ വെച്ചിട്ട്, ലാപ്പ് ഓഫ് ആയി കഴിഞ്ഞാൽ അച്ഛനൊക്കെ ഉറങ്ങാത്ത ഒരാൾ കമ്പനി ഉണ്ടാവും, അഭിനയിക്കാത്ത ഒരാൾ. ഞാൻ പോകുന്നു ഇതിന്റെ കോപ്രായങ്ങൾ കാണാൻ. അച്ഛടാ വയ്യെങ്കിൽ പൊക്കോ, വയ്യായി ഇല്ലെങ്കിൽ ഇരുന്നു. ഞാൻ എങ്ങനെ ഇഷ്ടം. സുധീഷ്, ഹായ് സുധീഷ്. സുധീഷ് പറയും എന്താ വിശേഷം, എവിടെ സ്ഥലം, എന്താ ചെയ്യണം. സുധീഷ് പിന്നെ വന്നിട്ടുള്ളതാ ഇത് തോന്നണം കേട്ടോ. മറ്റേ നല്ല ഉറപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മസിൽ പിടിക്കുന്നോ? റോക്കി മസിലൊന്നുമല്ല, ചൂടെടുത്തിട്ട് വയ്യ, മുടിയൊന്നും കയറ്റിയിട്ടതാ. ഓ എന്തൊരു ചൂട്, ഇനി ഐസ് മതിയില്ല നമുക്ക്. റൂമൊക്കെ ഇത് കത്ത് സെറ്റാണ്. എന്നിട്ട് വേണ്ടേ ഐസ് വേണം. മസിലൊന്നും പിടിക്കണില്ല, ഉറക്കം വന്നിട്ട് വയ്യടോ. നല്ല ചൂടെടുക്കുന്നുണ്ട്, അതാണ് വേറെ നല്ല. പറയൂ ഗൈസ്, എല്ലാവരും എവിടെ പോയി? മലപ്പുറം അല്ല സുധീഷ്, പറയൂ. ആരാ മെസ്സഞ്ചറിലാണോ? എതിരെ അനീഷാവൂലേ? ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. ഉണ്ടാവാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ ആ 30 മിനിറ്റിന് മുന്നേയിട്ട് വിളിച്ചറിയിട്ട് ഇപ്പൊ 44 മിനിറ്റ്. അനീഷ ഞാൻ ആലപ്പുഴ വന്നിരുന്നു, പക്ഷെ അനീഷ ആലപ്പുഴയാണെന്ന് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. ഒന്നാമത്തെ അവിടെ ഒന്നും തീരെ റേഞ്ചില്ലല്ലോ ഗൈസ്. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോലും വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓ റേഞ്ച് കിട്ടാണ്ട് തീരെ റേഞ്ചില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞു ഒച്ചയും പോലെ ഇത് മോൾ വയ്യടോ, തീരെ വയ്യ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നന്നായി ഭക്ഷണം കഴിച്ചു. 3 മണിക്കാണ് കഴിച്ചത്. അല്ലെങ്കിൽ 3-3:30 ആ ടൈമിൽ തന്നെ കഴിക്കാറുട്ടാ. അപ്പം തന്നെ ആ ഒരു ടൈമിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും കഴിക്കാൻ പറ്റാറില്ല. വൈകിട്ട് ചായ കുടിക്കാനോ ഒന്നും പറ്റാറില്ല. ഞാൻ അവിടെ വന്നാൽ ചിലപ്പോൾ കട്ട ചായ കുടിക്കും, അല്ലെങ്കിൽ കാപ്പി കുടിക്കും, അല്ലെങ്കിൽ വെള്ളത്തിനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ രാത്രി ഫുഡൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല. അതാ ഒരു ടൈമിൽ കഴിച്ചാൽ പിന്നെ തീരെ കഴിക്കാൻ പറ്റില്ല. അപ്പം ഇന്നാണെങ്കിൽ കല്യാണത്തിന് പോയിട്ട് വല്ലാത്തൊരു കഴിച്ചു. ഇന്ന് എല്ലാവരും കൂടി നന്നായി കഴിച്ചു. നല്ല വിശക്കുള്ള സമയത്ത് അവിടെ എത്തി നന്നായി കഴിച്ചു. അപ്പോൾ ലാസ്റ്റായിരുന്നു ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് ഇപ്പം നൈറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാങ്ങ അതിന് വേണ്ടിയിട്ടൊന്നുമില്ല. അതായത് ഞാൻ 2 എണ്ണം ചെത്തി ഇവരൊക്കെ കഴിച്ചിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വേണം. നമ്മൾ വന്ന് ഉണ്ണി കഴിച്ചില്ല. പിന്നെ അമ്മ ഉണ്ടല്ലോ, അമ്മ ബ്രഷ് ചെയ്തിട്ടൊന്നും വെച്ചിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ എന്നിട്ട് പകുതി കഴിച്ചു. പകുതി കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും കൂടി ഇങ്ങനെ അടക്കി കുളിക്കും. ആരാ അവിടെ? അച്ഛൻ ചിന്തിച്ചുകൊണ്ട് പറയാം. അച്ഛൻ വിളിക്കുന്നു, ഞാൻ പോയി വരാൻ ചേച്ചി. ബെസ്റ്റ് ഇതൊക്കെ ഉണ്ടായത്. ചേട്ടൻ അങ്ങനെ തന്നെ വേണം. അച്ഛൻ പോയിട്ട് വരാം. അച്ഛല്ല ആരാ? വീടുമോള്. അച്ഛൻ വിളിക്കണ്ട. ഇത് എടുത്തുണ്ടായി